ഇന്നത്തെ കൗൺസിൽ യോഗം നിർണായകമാണെന്ന് കേട്ടല്ലോ. എന്ത് നിർണായകം? കൗൺസിൽ പതിവ് പോലെ തുടങ്ങും, പതിവ് പോലെ പിരിയും. അല്ലാതെ കരാറുകാരുടെ ബില്ല് പാസ്സാക്കാത്തതുകൊണ്ടാണ് കൊച്ചിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാണുള്ള പരാതി. കരാറുകാർ മാലിന്യം നീക്കാത്തതുകൊണ്ടാണ് ബില്ലുകൾ പാസ്സാവാത്തത്. മാഡത്തിന്റെ തീരുമാനത്തിന് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. ആണോ? പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. കോർപ്പറേഷൻ ആണാധിപത്യമാണെന്ന് മേയർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡെപ്യൂട്ടി മേയർ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് കേട്ടു. അത് അങ്ങേരോട് ചോദിക്കണം. അവിടുന്ന് വല്ലതും കിട്ടിയോ? എവിടെ? ഒന്നും കിട്ടില്ല. മേയറുടെ വായടഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന ഒരു പൊട്ടു പൊട്ടും. എന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അതിനുള്ള തിരികൊളുത്തി കഴിഞ്ഞു. അതെ, ഇന്നത്തെ കൗൺസിലിൽ വേണ്ട വേണ്ട, ഇപ്പൊ ഒന്നും എടുക്കണ്ട. കൗൺസിൽ കഴിയുമ്പോ തീരുമാനങ്ങൾ ഞാൻ തന്നെ അങ്ങ് വിശദീകരിക്കാം. ആരും പൊയ്ക്കളരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. കേട്ടല്ലോ, ആരും പൊയ്ക്കളരുത്. എന്റെ ചവറ് വിലപ്പാ, തല ചാമ്പലായനെ. അതാരാ സാറേ? എന്റെ ഗുരു. എല്ലാരും വന്നാണോ? എല്ലാരും എത്തിയിട്ടുണ്ട്. എന്നാ താഴെ ഞാൻ സെറ്റപ്പ് ആക്കിട്ട് വരാം. മോനായി, ഇന്നെങ്കിലും വല്ലതും നടക്കുവോ? ഞാനപ്പനായിരുന്ന നാണില്ലാത്ത അപ്പൻ. ഒന്ന് പറയണോ, ഇന്നെങ്കിലും എന്റെ ബില്ല് പാസ്സാവോ? അല്ലെങ്കിൽ കടക്കാരന്റെ എല്ലൂരും. തന്റെ ബില്ലിന്ന് പാസ്സാവും, ഉറപ്പാ. ഒറ്റക്കെട്ടായി പ്രതിപക്ഷക്കാരും ഞങ്ങൾ ഒന്നടങ്കം റെഡിയായിട്ട് നിൽക്കല്ലേ. സ്റ്റീഫൻ സാർ അരയും തലയും മുറുക്കി നിൽക്കല്ലേ. കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടോ. എന്താ കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടേ? കൗൺസിൽ കുറെ കണ്ടവനാണ് ഈ നാണപ്പൻ. കണക്കെഴുതി പെൻസിൽ തേങ്ങതല്ലാതെ ഒന്നും നടന്നില്ല. സ്റ്റീഫൻ എത്തിയോ? എന്നാ ഞാൻ എത്തിപ്പിടിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോകാടൂ. ചായക്കെന്താ കടി? ഉണ്ടംപൊരി. നീ കഴിക്ക്, ഞാൻ പോയി ഉണ്ണാനുള്ള വളപ്പിക്കട്ടെ. അവന്റെ ഉണ്ടംപൊരി. ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി എന്നോട് നോന്ന് പറയത്തില്ലെന്നേ. ഞാൻ സുഗന്ധവല്ലിയെ കാത്തിരിക്കാൻ തൊട്ട് ഒരുപാട് സമയം. എന്റെ പൊന്നു സുഗന്ധു, ആ മേയറോട് എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തരാൻ പറ. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ. കേറി ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ സോള് തേഞ്ഞ്. തേട്ടെ, പ്രതിപക്ഷക്കാരുടെ തോളി കൈയിട്ടല്ലേ നടപ്പ്. പിന്നെങ്ങനെ ബില്ല് പാസ്സാവും? ആ ബില്ലൊന്ന് പാസ്സാവാൻ വേണ്ടി ആരുടെ തോളത്ത് കൈയിട്ട് പോവും. അതാണ് എന്റെ അവസ്ഥ. ചീഞ്ഞു നാർന്ന ഈ കോർപ്പറേഷനുള്ളിൽ സുഗന്ധം വരുത്തുന്ന ഒരേ ഒരു സ്ത്രീരത്നമേ ഉള്ളൂ. അതാണ് സുഗന്ധവല്ലി. എന്നെ ഒന്ന് രക്ഷിക്കണം സുഗന്ധു. നോക്കട്ടെ. പോലെ ഒരു കാര്യം കൂടി. എന്താ? ഇന്നലെ 7ാം വാർഡിന്റെ കുടുംബശ്രീ സംഗമം കാണാൻ ഞാനും വന്നിരുന്നു. കൗൺസിലർ സുഗന്ധവല്ലി എന്ത് പ്രസംഗം? മലയാണ്മയുടെ മാലിന്യം. ആ പ്രയോഗം കലക്കി. പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോ അവിടെ ഒരു മതാമ്ര പ്രസംഗം കേട്ടു. ഇതുപോലെ തന്നെ മിറ്റിൽഡ പ്രഗോണി. അതെന്താ? അതവരുടെ പേരാ. ആ പ്രസംഗത്തിൽ അവര് അതൊക്കെ പിന്നെ കേക്കാം. നാണപ്പഞ്ചേട്ടൻ ചെല്ലേ. ശരി. മിറ്റിൽഡ പ്രഗോണി അതാരാ? എവിടെ? മലേഷ്യ. പ്രതിപക്ഷ നേതാവേ, സ്റ്റീഫ നേതാവേ, പ്രതിപക്ഷ ഞാൻ എത്തി. ഇന്നത്തെ കൗൺസിലെങ്കിൽ എന്റെ കാര്യം നടക്കോ? പിന്നെ നടക്കാതെ. ഇന്നത്തെ കൗൺസിലിൽ പടക്കം പൊട്ടും, മാലപ്പടക്കം. ഇങ്ങനെ കാടടിച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് കൊച്ചി നഗരത്തിൽ മാലിന്യത്തിന് നാറ്റം കാലം പുറത്തിറങ്ങി നടക്കാൻ ബഹുമാനപ്പെട്ട മേയർ വിമുഖത കാട്ടുന്ന കാരണം ബില്ല് പാസ്സായി കിട്ടാൻ നെട്ടോട്ട ഓടുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട് ഇവിടെ, ലാൽഗുഡി നാണപ്പൻ. അത് ഈ കോർപ്പറേഷനിലെ കൽത്തൂണുകൾ പോലും കാണുന്നുണ്ട്. എന്നിട്ടും ബഹുമാനപ്പെട്ട മേയർ മാത്രം കണ്ടില്ല എന്നടിക്കുന്നു. വാസ്തവത്തിൽ അതല്ലേ കൊച്ചി നഗരം ചീഞ്ഞു നാറാനുള്ള പ്രധാന കാരണം? അതെ, നിനക്കൊക്കെ അഴിമതി നടത്തി കട്ടുപിടിക്കാനല്ലേടാ ഈ ബില്ല് പാസ്സാക്കാൻ പറഞ്ഞത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്തിരി കാര്യമാ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കോൺട്രാക്ടർക്ക് കരാർ കൊടുക്കുമ്പോ ഇവിടെ ഒരു പ്രതിപക്ഷവും എതിർത്തില്ലല്ലോ. അതിൽ നിന്നൊന്ന് വ്യക്തമാണ്, കൊച്ചിയിലെ മാലിന്യമല്ല നിങ്ങളുടെ പ്രശ്നം, കരാറുകാരന്റെ ബില്ല് പാസ്സാകാത്തതാണ്. ബില്ല് ഞാൻ പാസ്സാക്കാം, ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം. മാലിന്യങ്ങൾ കൊണ്ടിടാൻ സ്ഥലമില്ലാത്തതായിരുന്നു നഗരസഭയുടെ മുമ്പിലുള്ള ഏക തടസ്സം. ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ കോൺട്രാക്ടർക്ക് കരാർ കൊടുത്തത്. കരാറിലെ വരികൾ ഈ കൗൺസിൽ ഏവരും വായിച്ചു കേട്ടതുമാണ്. ആ ഉറപ്പ് ലംഘിച്ചത് ഈ കോൺട്രാക്ടർ തന്നെയല്ലേ? അതുകൊണ്ട് ആദ്യം അയാൾ കോർപ്പറേഷൻ ഉറപ്പ് തന്നത് പാലിക്കട്ടെ, എന്നിട്ട് ബില്ല് പാസ്സാക്കാം.
മറ്റു പല കോൺട്രാക്ടർമാരുടെ ബില്ലുകളും പിടിച്ചു വെക്കേണ്ടി വരും. കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കോൺട്രാക്ടർമാർ ഇവിടെ ചെയ്യുന്നത്. കാന്റീൻ കോൺട്രാക്ടർ അയ്യപ്പം കൂട്ടി കാര്യം എടുത്തു നോക്കിയേ. ഉള്ളിവിട എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് ഉള്ളിവിടയാണോ? പഴയ കേബേജിന്റെ തോല് അരിഞ്ഞ് പുറത്ത് തരുന്നല്ലേ? ഉള്ളിവിടയുടെ കാര്യം പോട്ടെ, ഇന്നത്തെ ഉണ്ടപ്പയുടെ കാര്യം തോന്നു നോക്കിയേ. പാവപ്പെട്ട ഒരു കരാറുകാരന്റെ തലയിൽ ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെച്ച് കൈ കഴുകുന്നത് നഗരസഭാ ചരിത്രത്തിൽ ആദ്യമാണ്. മാറുന്ന കൊച്ചിയെ മണക്കുന്ന കൊച്ചിയാക്കുന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുദ്രാവാക്യം. മാലിന്യ നിർമ്മാർജ്ജനവും പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റും. ഇപ്പൊ നിർമ്മാർജ്ജനവും ഇല്ല, സംസ്കരണവും ഇല്ല. സുതാര്യതയില്ലാത്ത ഒരു തീരുമാനത്തിനും ഈ കൗൺസിലിൽ നിന്ന് ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ട് പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ആദ്യം ജനങ്ങളുടെ പ്രശ്നം, പിന്നെ മതി കോൺട്രാക്ടർമാരും കമ്പനികളും. ഈ കൗൺസിൽ ഇന്നത്തേക്ക് പിരിയുന്നു. സത്യത്തിൽ നമ്മുടെ മേയർ ഒരു പാവമാണ്. നമ്മൾ പ്രതിപക്ഷക്കാരും പത്രക്കാരും എല്ലാം കൂടെ കുതിര കയറിയപ്പോ അവർക്ക് ഹാലിളകി. അതാണ് ഈ പിടിവാശി. അവരുടെ ഒടുക്കത്തെ പിടിവാശിക്കാരനും പെട്ടത് ഞാനാ. ആ പെണ്ണുമ്പിളക്ക് ഹാലിളകി കരക്കാരന്റെ പള്ളി കേൾക്കണ ഞാനാ. അവളുടെ ഒടുക്കത്തൊരു ഈകളല്ലടോ, ഈഗോ. എന്ത് പിന്നെ തന്റെ ഭാഗത്തും തെറ്റുണ്ട്. ചവറ് കൊണ്ട് തട്ടാൻ ആദ്യം താൻ സ്ഥലം കണ്ടെത്തി. എന്നാ ഞാനൊരു സ്ഥലം പറയാം. ആ അടയ്ക്കാക്കുന്നിലെ പൂട്ടിക്കിടക്കുന്ന കളിമൺ ഫാക്ടറിയുടെ പുറമ്പോക്കില്ലേ, ചവറ് പറക്കി ജീവിക്കുന്ന കുറെ തമിഴ്മാരവിടെ ഉള്ളത്. ആ ശരിയാ, ചവർ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ അവര് സമ്മതിക്കുമല്ലോ. നടക്കൂല. ആ പെണ്ണമ്മ കൗൺസിലിന്റെ വാടാത് നമ്മൾ അറുപശാലയ്ക്ക് പ്രപ്പോസൽ വെച്ചപ്പോ കൗൺസിൽ അവരുണ്ടാക്കിയ ബഹളം നമ്മൾ കണ്ടല്ലേ? പുളിച്ച തെറിയേക്കും. നാണപ്പന്റെ ബില്ല് പാസ്സാക്കാൻ നിങ്ങൾ ഈ പറയുന്ന കീറാമുട്ടിയൊന്നുമില്ല. വെരി സിമ്പിൾ. കുറച്ച് ചിക്കിളി അറിയണം. അതിന് നമ്മുടെ ലോനപ്പം മുതലാളി ഉണ്ടല്ലോ, മുതലാളിയുടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് അനുമതി കിട്ടുമെന്ന് ഉറപ്പായാൽ മുതലാളി എന്തും ചെയ്യും. അതുകൊണ്ട് നാണപ്പന്റെ ബില്ലിനേക്കാൾ നമ്മൾ ഇപ്പോ ചർച്ച ചെയ്യേണ്ടത് മുതലാളിയുടെ പ്ലാന്റിന്റെ കാര്യം. മുതലാളി ചുമ്മാ ചക്രം വലിച്ചെറിയൂലേ? അല്ല, നിങ്ങളിവിടെ തുടങ്ങിയ പരിപാടി. പോക്കറ്റിൽ കാശ് വീണ കാര്യം എന്താ പറഞ്ഞല്ലോ? എന്താ വക്കീലെ? നമ്മുടെ ലോനപ്പം മുതലാളിയുടെ പ്ലാന്റിന്റെ കാര്യം, അതിനെ കുറിച്ച് പറഞ്ഞതാ. എന്റെ കള്ളും മോനും കുടിച്ചിട്ട് ലോനപ്പന് സ്തുതിപാഠം നടന്നിട്ടുണ്ടെങ്കിലേ എല്ലാവരും തനിനിറയും. ഒന്ന് ഇറങ്ങിയിരിക്കെ. കിട്ടി ചവറിടാൻ സ്ഥലം കിട്ടി. നല്ല മുട്ടായി പോലത്തെ സ്ഥലം. നമ്മുടെ MLA മണ്ഡലം തന്നെ, ശിവരാമപുരം. വനശ്രീ പാലം കഴിഞ്ഞ ഒരു തുരുത്തല്ലേ, അതിർത്തിക്ക് അപ്പുറമായതുകൊണ്ട് ചവറ് കൊണ്ട് ഇട്ട കൊച്ചിയിൽ നാറ്റു അടിക്കൂല. നാണപ്പന്റെ ബില്ലും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നാണപ്പന്റെ ബില്ല് പാസ്സാക്കാനായിട്ട് എന്റെ ജനങ്ങളെ നാറ്റിക്കാനാ? അത് നടക്കൂല. ഓ, മണ്ഡലത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു MLA വെറും 130 വോട്ടാ ശിവരാമപുരം പഞ്ചായത്തിൽ ഇയാൾക്ക് കിട്ടിയത്. അതിന് കുറെ നാൾ അവിടെ ഉള്ളൊരു ചീത്തം പറഞ്ഞ് നടന്നല്ലേ? എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ്. താൻ വിചാരിച്ചാൽ നടക്കും. അല്ല, അതിപ്പോ ഞാനിങ്ങനെ അതെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരുത്തിന് ശിവരാമപുരത്തുണ്ട്. ഈ പാർട്ടി ജാഥക്കൊക്കെ ആളെ കൊടുക്കുന്ന സപ്ലയറാ, ഒരു വാസുക്കുട്ടൻ. ആ, നമ്മുടെ വാസുക്കുട്ടൻ. അവനാണ് കറക്റ്റാ. ശിവരാമപുരത്ത് അവന് നല്ല ഹോൾഡാ. അവൻ പറഞ്ഞ നാട്ടുകാർ എതിരി പറയില്ല. നാളെ അവിടെ വിളവെടുപ്പ് മഹോത്സവമാ. ജനങ്ങൾ ആഴിത്തിമിർക്കണ ദിവസമാ. സ്റ്റീഫൻ ആ വാസുക്കുട്ടനൊന്ന് വിളിച്ചേ. പക്ഷെ ഞാൻ ഈ കച്ചവടത്തിൽ ഉണ്ടെന്ന് അവൻ അറിയരുത്. എന്താണെന്ന് അറിയില്ല. MLA ആണെങ്കിലും ഒരു കള്ളനായിട്ടാണ് അവിടെ ഉള്ളവർ എന്നെ കാണുന്നത്. അങ്ങനെയാണ് വൈകിപ്പിക്കണ്ട. നാളെ തന്നെ വാസുക്കുട്ടൻ വിളിപ്പിക്കും. നാണപ്പ, ധൈര്യമായിട്ടിരിക്കേ. സംഗതി ഞങ്ങളെ ഏറ്റു. അതെ, ഇങ്ങനെ കണ്ണും പിടിച്ച് കുത്തിയിരിക്കാതെ വല്ല പാലപ്പുറത്തും പോയി താമസിക്കാൻ മേലെ. ചോദ്യ പേപ്പർ ചോർച്ച, ADB കരാറ്, സ്മാർട്ട് സിറ്റി, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ. ഇത് ചുമ്മാ പോക്ക് കേസാ. എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങും. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സച്ചിൻ സെഞ്ചുറി അടിച്ചു. സെഞ്ചുറിയാ? ഓഹോ, ചൊറിയും ഞരങ്ങൊന്നും അല്ല. ഓ, ഇതൊരു നടക്കി പോവില്ല. എഴുന്നേറ്റ് പോകും. പിന്നെ ഒന്ന് ഉമ്മ വന്നെങ്കിൽ ഇരിക്കുക. എന്താ പഠിക്കണേ? ഇതേ ചുമ്മാ ഓസിന് കിട്ടുന്ന സാധനമൊന്നുമല്ല. അല്ല, ഇതൊക്കെ വാരിപ്പൂശി എങ്ങോട്ടാ കല്യാണത്തിന്? അതെ, ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട് കോലാടി. സ്റ്റീഫൻ സാർ വിളിച്ചിട്ടുണ്ട്. ഉടനെ കൊച്ചിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സ്റ്റീഫൻ സാറിന് അറിയില്ലേ, കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ്. എന്താ കോള്? അതവിടെ ചെന്നാലേ അറിയൂ. ഗുണമുള്ള കാര്യമെന്നാ പറഞ്ഞേ. ഗുണമുള്ള കാര്യമാണെങ്കിൽ നിനക്കായിരിക്കില്ല, അയാൾക്കായിരിക്കും. അയ്യോ, 7:30 രോഹിണി പോയാ പിന്നെ 9:30 അല്ല രാഗിണി പേര് മാറ്റി കിട്ടും. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയ സച്ചിൻ സെഞ്ചുറി അടിച്ചപ്പോ സെഞ്ചുറി അല്ല സെഞ്ചുറി. ആര് സെഞ്ചുറി അടിച്ചാൽ എന്താ, സെഞ്ചുറി അടിച്ചില്ല എന്താ? ഇന്ത്യ തോക്കാനല്ല കളിക്കുന്നേ. നാണമായിട്ടും പാടില്ല.
എന്തോ നാട ഇത്? മനുഷ്യൻ നടക്കുന്നിടത്താണോ നിന്റെ ഈ പന്ത് കളി? ശ്ശേ, ഒരു നല്ല വഴിക്ക് ഇറങ്ങിയതാ, നശിപ്പിച്ചു ശകുനം മുടക്കി. ഊമച്ചെക്കിന് ഒരു ഉരിയാടാ പെണ്ണിനെ തേടി പോകുന്നു. കൂടെ പോരുന്നോ? ഓ, നിനക്കത് വേണ്ടല്ലോ. നിനക്ക് നിന്റെ പൂങ്കുടി കണ്ടില്ലേ? എടാ ശങ്കുവേ, മായമ്മ എവിടെ? ആഹാ, പിള്ളേരെത്തും മുമ്പ് പള്ളിക്കൂടത്തിൽ പോയോ ടീച്ചറ്? എന്റെ പൊന്നെ, എന്റെ ദൈവമേ, ഈ തള്ള ഇങ്ങോട്ടാണല്ലോ വരവ്. മൂപ്പിനെ ആര് വന്ന് ചോദിച്ചാലും വാ തുറക്കണ്ട. പഠിക്കാൻ കാശും വേണ്ട, ഫ്രീ ആയിട്ട് പഠിച്ചു തന്നേക്കാം. കോലാടിയേ, കോലാടി, ഇവനിവിടെ ഇല്ലേ കോടാലി? കോടാലി ഇവിടെ ഇല്ല, എടുക്കാൻ പോയതാ. ആ, എടുത്തിട്ട് വരട്ടെ. എടുത്തിട്ട് വരത്തില്ല, താമസിച്ചാ വരത്തുള്ളൂ. ഒത്തിരി മൂത്രം ഉണ്ടെന്നാ പറഞ്ഞേ. അവനെ ഞാൻ പിടിച്ചോളാം. ചിട്ടിപ്പണം പിരിക്കാൻ വരുമ്പോ മുങ്ങുന്നത് അവന്റെ പതിവാ. അടുപ്പ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്? അതെ, പഠിപ്പ് ഫ്രീയാ. അത് കടം, ഇത് പിന്നെ തരാം. അല്ല, ഇന്നിത്തിരി വൈകിയല്ലോ ചിന്താമണി. എന്തേ? മാറന്നൂരിന്ന് ചന്ത ദിവസമല്ലേ, സാധനങ്ങൾ വാങ്ങാൻ വെളുപ്പിന് എഴുന്നേറ്റ് പോയതാ. ഉഴുന്നും മാവും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. എന്താ വില സാധനങ്ങൾക്ക് എന്ന് വെച്ച് ഉഴുന്നില്ലാതെ പപ്പടം ഉണ്ടാക്കാൻ പറ്റുമോ? പപ്പടത്തിന് ഞാൻ ഇത്തിരി വില കൂട്ടാൻ പോവാ. എനിക്കല്ലാതെ പറ്റുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് കൂട്ടുന്നില്ല കേട്ടോ. ഈ കാർത്തു ഇല്ലേ ഇവിടെ? എന്തോ അമ്മാളുവോ? നാളെ തരാം. ഇവിടുന്ന് കച്ചവടം തുടങ്ങിയ അതെനിക്കൊരു ഐശ്വര്യ. ദാ 2 കെട്ടുണ്ട്. അവളെവിടെ? പൂങ്കൊടി. സുന്ദരിക്കോത് ഒരുങ്ങാൻ നിന്നാൽ പിന്നെ പറയണോ? പൂങ്കൊടിയാ, പൂങ്കൊടി, ഞാൻ വരുന്നോ? കരുമാരിയമ്മൻ കോവിലിൽ ഇന്നൊരു കല്യാണം ഉണ്ടെന്ന്. കോവിലിൽ പൂ കെട്ടുന്നത് പോരാന് ഇപ്പൊ പുറത്തുള്ളവർക്ക് പൂ കെട്ടി കൊടുക്കാൻ തുടങ്ങി. ആ, ഇന്നത്തെ കല്യാണ പെണ്ണിനെ മാല കെട്ടി കൊടുക്കാൻ ഏറ്റിരിക്കുക. അതൊക്കെ ആയിക്കോട്ടെ, അവളെ പിടിച്ച് കെട്ടിക്കണ്ടേ നമുക്ക്? എന്റെ കണ്ണട മുമ്പ് അതൊന്ന് നടന്ന് കാണുന്ന ആഗ്രഹം എനിക്കുള്ളൂ. പക്ഷെ എവിടെയാ, ആരാ? അതൊക്കെ നടക്കും. നല്ലൊരു ബന്ധം എന്റെ കയ്യിൽ ഒത്തുവരട്ടെ. ദൈവാധീനം കൊണ്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ചതൊന്നും ദോഷമായിട്ടില്ല. എന്റെ സീതയുടെ ജീവിതം ഒഴിച്ച്. അതിനത് അമ്മാള് യോജിപ്പിച്ചതല്ലോ. ഞാൻ റെഡി. അതെ, കോവിലിൽ നിന്ന് കരകാട്ടും പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയാവും വരാം കേട്ടോ അമ്മേ. ആ, ആട്ടും പാട്ടുമായിട്ട് നടന്നോ? വളർന്ന പെണ്ണാ നീ, അത് മറക്കണ്ട. ആര് പറഞ്ഞു ഞാൻ വളർന്നു? ഞാനിപ്പോഴും അമ്മമ്മയുടെ ഇമ്മണി പേരക്കുട്ടിയല്ലേ. അമ്മയും മോനും കൂടി യുദ്ധം നടക്കുക. പള്ളിക്കൂടത്തിലയക്കാനുള്ള തത്രപ്പാടേ